Hey everybody, welcome to Talking Cars. ഇന്ന് അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് വീണ്ടും ഒരു സയൻസ് കോർണറായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു നിപ്പോണ്ടായിട്ട് നമ്മൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ അവരുടെ ഒരു ടെക്നിക്കൽ ട്രെയിനിങ്ങിൻ്റെ റൂം കാണിച്ചായിരുന്നു ബ്രീഫായിട്ട്. പലവരും പറഞ്ഞായിരുന്നു കമൻസിൽ ദാറ്റ് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയണം, അതേപോലെ ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഓവർവെൽമിങ് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഒരു കാറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അല്ലേ. നമ്മളിപ്പോൾ ആൾക്കാർ പലതും പറയും വണ്ടിക്ക് ഫീച്ചേഴ്സ്, കംഫർട്ട്, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദ ഹാർട്ട് ഓഫ് ദ കാർ എന്ന് പറയുന്നത് അതിൻ്റെ എഞ്ചിനാണ്. അതെ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി തന്നെ പറഞ്ഞ് തുടങ്ങാം. സോ ബേസിക് ആയിട്ടൊരു എഞ്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാം. സോ അതെ, ഇതാണ് ഒരു ബേസിക് എഞ്ചിൻ്റെ കട്ടവേ. അത്ര ബേസിക് അല്ല എഞ്ചിൻ. ഇത് നമ്മുടെ ടൊയോട്ട കൊറോള ഓൾട്ടിസിന്റെ ഡീസലിന്റെ എഞ്ചിനാണിത്. നമ്മൾ ആക്ച്വലി എല്ലാവരും ഒരു സിമ്പിൾ എഞ്ചിനാണ് വിചാരിച്ചിരിക്കുമെങ്കിൽ അത്യാവശ്യം കുറച്ച് ടെക് ലോഡ് ചെയ്തിട്ടുള്ള എഞ്ചിനാണിത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് ഇന്ന് കിടക്കാം. അപ്പൊ നമ്മൾ എന്തായാലും എഞ്ചിൻസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കത് ബെയർ ബേസിക് തന്നെ തുടങ്ങാം. അതെ അല്ലേ? സോ ഒരു ബേസിക് എഞ്ചിന്റെ വർക്കിംഗ് പറയുമ്പോൾ ഇത് അറിയാവുന്നവർക്ക് കുറച്ച് ബോറടിക്കും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതിൽ കുറച്ച് ഡെലിബറേറ്റ് ആയിട്ട് കുറച്ച് മിസ്റ്റേക്സ് വരുത്തും. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് കാണണം. അതെ, ഇനിയിപ്പോ മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല. ഇപ്പൊ എന്തായാലും നമ്മൾ ഒരു ബേസിക് എഞ്ചിൻ, അതിപ്പോ കാർ ആയാലും ബൈക്ക് ആയാലും എനി ഓട്ടോമൊബൈൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അതൊരു കുറെ പ്രിൻസിപ്പിൾസിലാണ് ഓടുന്നത്. നമുക്കിപ്പോ ബേസിക്കലി പറയുവാണെങ്കിൽ 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് എഞ്ചിൻസ് ഉണ്ട്. 2 സ്ട്രോക്സ് ഇപ്പോ ബാൻഡായി, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 2 സ്ട്രോക്ക് ഒന്നും ബാക്കിയില്ല. നമ്മുടെ ഇപ്പൊ ബാക്കി കാർ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും എന്ത് എഞ്ചിൻസ് എല്ലാം ഇപ്പൊ 4 സ്ട്രോക്ക് സൈക്കിളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ബേസിക്സ് പറയുമ്പോൾ 4 ഡിഫറെന്റ് സ്ട്രോക്സ് ആണുള്ളത് ആ എഞ്ചിനിൽ ടു മേക്ക് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂവൽ അകത്തേക്ക് പോയി അത് പവറായി പുറത്തേക്ക് വരുന്ന വരെയുള്ള 4 സ്ട്രോക്സ് ആണുള്ളത്. നമുക്ക് ആദ്യം പറയുകയാണെങ്കിൽ ഇൻടേക്ക് സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക് ആൻഡ് എക്സോസ്റ്റ് സ്ട്രോക്ക്. അങ്ങനെ 4 സ്ട്രോക്സ് ആയിട്ടാണ് ഇതിനെ പറയുന്നത്. സോ അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത്, നമുക്കിത് ഉള്ളത് എഞ്ചിന്റെ ഒരു കട്ടവേ എന്ന് പറഞ്ഞ ഒരു സാധനമാണത്. എന്ന് പറയുമ്പോൾ നമുക്ക് എഞ്ചിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ അകത്തോട്ട് അതിന്റെ വർക്കിംഗ് കാണാൻ പറ്റും. യൂഷ്വലി നമ്മൾ പുറത്ത് ആനിമേഷനിൽ എത്ര കാണിച്ചാലും നമുക്ക് ഇതിന്റെ ആ ഒരു എഫക്ട് കിട്ടില്ല, നേരിട്ട് കാണുന്ന ഒരു ഫീൽ കിട്ടൂല. അതെ, ആൻഡ് വി ആർ ലക്കി ടു ബ്രിങ് ദിസ് ടു യു ടുഡേ. കാര്യം നമുക്ക് ഇതൊരു വർക്കിംഗ് മോഡലാണ്, വെറുതെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, ഇത് വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റും. അതെ. സോ നമ്മൾ എഞ്ചിൻസിന്റെ പറയുമ്പോൾ അഗൈൻ 4 സ്ട്രോക്ക് ആണെങ്കിലും നമുക്ക് 2 ഡിഫറെന്റ് ഫ്യൂവൽസ് ആണ് നമ്മൾ പ്രൈമറിലി യൂസ് ചെയ്യുന്നത്, പെട്രോളും ഡീസലും. സോ പെട്രോൾ എഞ്ചിൻ ഒരു സ്പാർക്ക് ഇഗ്നിഷൻ ആണ്, ആൻഡ് ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ കംപ്രഷൻ ഇഗ്നിഷൻ ആണ്. സോ അത് ആ രണ്ടും ഒരു ടോട്ടലി ഡിഫറെന്റ് ഒരു തിയറിയിലാണ് ബേസിക്കലി പവർ ഉണ്ടാക്കുന്നത്, വൈൽ ദ സൈക്കിൾസ് ആൻഡ് എവറിത്തിങ് അത് സെയിം. അപ്പോൾ സ്പാർക്ക് ഇഗ്നിഷൻ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി ഫ്യൂവലിനെ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യാണ്, എയറും ഫ്യൂവലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇഗ്നൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എക്സ്പ്ലോഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു പവറിലാണ് നമ്മുടെ പിസ്റ്റണും ബാക്കി കാര്യങ്ങളും എല്ലാം മൂവ് ചെയ്ത് ഇറ്റ് പ്രൊഡ്യൂസസ് മോഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ടാവും, പിന്നെ എയറും ഫ്യൂവലും മിക്സ് ചെയ്തിട്ടാണ് സിലിണ്ടറിന്റെ അകത്തോട്ട് വരുന്നത്. ആൻഡ് അത് എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് സ്പാർക്ക് വെച്ചിട്ട് ഇഗ്നൈറ്റ് ചെയ്ത് എക്സ്പ്ലോഡ് ചെയ്തിട്ടാണ് പവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാക്കി കോമ്പോണൻസ് ആദ്യം പറയാം. അതെ. സോ ഇതാണ് ഒരു ബേസിക് സിലിണ്ടർ ഈ കാണുന്നത്. അതെ. അതിൻ്റെ ഉള്ളിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റൺ ഒരു കണക്റ്റിംഗ് റോഡ് വഴി താഴെയുള്ള ഈ ക്രാങ്ക് ഷാഫ്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഫ്രീ ആണ്, ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യാനായിട്ട് ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ അതിനുണ്ട്. ഈ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഒരു റോട്ടറി മോഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണക്റ്റിംഗ് റോഡ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. സോ ഇതിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ 4 സ്ട്രോക്സും സംഭവിക്കുന്നത്. സോ ഇപ്പോൾ ആദ്യത്തെ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇൻടേക്ക് സൈക്കിളാണ്. ഇൻടേക്ക് പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് ഇത് ബേൺ ചെയ്യേണ്ട എയർ ഫ്യൂവൽ മിക്സ്ചർ അകത്തേക്ക് ആ സിലിണ്ടറിന്റെ അകത്തേക്ക് വരുന്ന സ്ട്രോക്കാണ് ഇൻടേക്ക് സ്ട്രോക്ക്. അപ്പോൾ അന്നേരം ഈ പിസ്റ്റൺ താഴേക്ക് പോവുമായിരിക്കും. സോ ഇതിന്റെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്ന അനുസരിച്ചിട്ട് ഈ പിസ്റ്റൺ മോളിൽ നിന്ന് താഴേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു വാക്വം ഉണ്ടാവും, ആ വാക്വം എയർ സക്ക് ചെയ്ത് അകത്തേക്ക് എടുക്കും. സോ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരു ഡീസൽ എഞ്ചിനാണ്. സോ ഡീസൽ എഞ്ചിൻ ജെഡി നേരത്തെ പറഞ്ഞ പോലെ പെട്രോൾ എഞ്ചിൻ ഒരു സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ ആണെങ്കിൽ ഡീസൽ ഒരു കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനാണ്. സോ ഇതിൽ വേറെ സ്പാർക്ക് പ്ലഗിന്റെ ആവശ്യമില്ല. ബേസിക്കലി ഇത് കംപ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടെ ഇത്രയും മുകളിലേക്ക് പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ എയർ കംപ്രസ്ഡ് ആവും. ആൻഡ് കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോട്ടാണ്, തെർമോഡൈനാമിക്സിന്റെ ബേസിക് ലോ. അതെ. സോ കംപ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ ടെമ്പറേച്ചർ കൂടും. ആ ചൂടായിരിക്കുന്ന എയറിലേക്ക് നമ്മൾ ഫ്യൂവൽ നേരെ കൊടുത്താൽ മാത്രം മതി, ഡീസൽ ഫ്യൂവൽ വരുമ്പോൾ തന്നെ അത് ബേൺ ആയിക്കോളും. സോ അതാണ് ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതിന് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഡീസൽ നോർമലി ഒരു ബേൺ ആവാത്ത ഒരു ഫ്യൂവലാണ്, പക്ഷേ ഡീസലിന് ബേൺ ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വേണം. ആ ടെമ്പറേച്ചറാണ് നമ്മളിവിടെ അച്ചീവ് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് ഓരോ സ്ട്രോക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇൻടേക്ക് ആണ്. സോ ഇൻടേക്ക് ഈസ് ബേസിക്കലി പിസ്റ്റൺ മൂവിങ് ഡൗൺവേർഡ്സ്. ഇതാണ് പിസ്റ്റൺ.
സോ അഗൈൻ അതിന് ബേസിക് പറയുകയാണെങ്കിൽ സിലിണ്ടർ ആണ് ഇതിന്റെ കമ്പഷൻ ചേംബർ. അത് എന്ത് രീതിയിലാണെങ്കിൽ ആ സിലിണ്ടറിന്റെ അകത്താണ് വന്നിട്ട് ഈ എന്തെല്ലാം ആക്ടിവിറ്റി സംഭവിക്കുന്നത്. ഇപ്പൊ സിലിണ്ടറിന്റെ അകത്ത് നമുക്ക് ഈ പിസ്റ്റൺ ഉണ്ട്, ഈ കണക്ടിങ് റോഡ് ഉണ്ട്, ആൻഡ് ഇവിടെ ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റും ഉണ്ട്. നമ്മുടെ പിസ്റ്റന്റെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഒരു റോട്ടറി മോഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണക്ടിങ് റോഡ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് ഔട്ട്പുട്ട് വരുന്നത്. സോ ഇതിൽ പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ ഇതിലൊരു വാക്വം ഉണ്ടാവും. അത് ബേസിക്കലി എയർ ഇൻടേക്ക് ആയിട്ട് ഇവിടുന്ന് എയർ വലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എയർ നിറയും. അടുത്ത സ്ട്രോക്കിൽ നമ്മൾ പിസ്റ്റൺ മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോകുമ്പോൾ അതിൽ കംപ്രഷൻ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ടെമ്പറേച്ചർ കൂടും. ആ ടെമ്പറേച്ചറിലേക്കാണ് നമ്മൾ ഫ്യൂവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അടുത്ത സ്ട്രോക്കാണ് സംഭവിക്കുന്ന പവർ സ്ട്രോക്ക്. സോ ആ ഫ്യൂവല് ഈ ഹൈ ടെമ്പറേച്ചർ എയർ ആയിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ഡീസൽ ആയതുകൊണ്ട് അപ്പോൾ തന്നെ ബേൺ ആവും. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ഒരു സ്പാർക്ക് പ്ലഗിന്റെ സഹായത്തോടെ ആ ഫ്യൂവൽ ബേൺ ആവും. അന്നേരം ഇവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കും. ആ എക്സ്പ്ലോഷന്റെ ഭാഗമായിട്ട് പിസ്റ്റൺ താഴേക്ക് പോകും. അതിലാണ് ക്രാങ്കിന് തിരിയാനുള്ള പവർ കിട്ടുന്നത്. അടുത്ത സ്ട്രോക്കാണ് എക്സോസ്റ്റ്. സോ ബേസിക്കലി എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ബേൺഡ് ആയിട്ടുള്ള ഗ്യാസ് ഉണ്ടാവും. അതിനെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടി പിസ്റ്റൺ വീണ്ടും മുകളിലേക്ക് പോകും. ആ പോകുന്നത് വഴി ഉള്ള ഉണ്ടാവുന്ന എക്സോസ്റ്റ് മുഴുവൻ എഞ്ചിന്റെ പുറത്തേക്ക് പോകും. ആൻഡ് ദിസ് പ്രോസസ് റിപ്പീറ്റ്സ്. അത് കഴിയുമ്പോൾ വീണ്ടും ഇതേ 4 സ്ട്രോക്ക് തന്നെ വീണ്ടും ഉണ്ടാവും. അത് ഒരു സിലിണ്ടറിലാണ്. അതേപോലെ 4 സിലിണ്ടർ ഉണ്ട്. ഈ 4 സിലിണ്ടറും ബാലൻസ്ഡ് ആയിട്ട് ചെയ്യണോണ്ടാണ് നമുക്ക് ആ എഞ്ചിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യണം. അപ്പോൾ നമ്മൾ സിലിണ്ടേഴ്സ് കുറയും തോറും വണ്ടി കൂടുതൽ വൈബ്രേഷൻ ഉണ്ടാവും. സിലിണ്ടേഴ്സ് കൂടുന്തോറും വണ്ടി കുറേ കൂടി നമുക്ക് സ്മൂത്ത് ആയിട്ട് തോന്നും. സോ അതാണ് ബേസിക്സ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്കിപ്പോൾ ഇതിനകത്ത് വിവേക് പറഞ്ഞ പോലെ ഗ്യാസസും കാര്യങ്ങളെല്ലാം അകത്തേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. സോ സിലിണ്ടറിന്റെ മുകളിൽ വാൽവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സോ ഈ വാൽവ് ഓപ്പണും ക്ലോസും ചെയ്യും ടൈം അനുസരിച്ച്. ഇപ്പൊ നമ്മൾ ഇൻടേക്ക് ടൈമിലാവുമ്പോൾ ഇൻടേക്ക് വാൽവ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തൂടെ ഇപ്പൊ പെട്രോൾ ആണെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ കയറും, അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനകത്തുകൂടെ കയറി വരും. ആൻഡ് ആ കയറി കഴിയുമ്പോഴേക്കും ആ സ്ട്രോക്ക് തീരുമ്പോൾ അതങ്ങടെ അടയും. എന്നിട്ടാണ് ഇത് കംപ്രസ് ആവുന്നത്. കംപ്രസ് ആയി കഴിഞ്ഞ് പവർ സ്ട്രോക്കും കഴിഞ്ഞ് ഇത് എക്സ്പെൽ ചെയ്യേണ്ട ടൈം ആവുമ്പോൾ വേറെ എക്സോസ്റ്റ് വാൽവ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്യും. അതിൽ കൂടെയാണ് ഈ ബേൺ ആയിട്ടുള്ള ഗ്യാസസും കാര്യങ്ങളും പുറത്തേക്ക് വിടുന്നത്. സോ നമ്മളിപ്പോൾ പല വണ്ടിയിലും കാണാൻ പറ്റും 16 വാൽവ്, അതേപോലെ 12 വാൽവ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. 3 വാൽവ്സ് പെർ സിലിണ്ടർ, 4 വാൽവ്സ് പെർ സിലിണ്ടർ എന്നൊക്കെ കാണാൻ പറ്റും. അതെ, 2 എന്തായാലും വേണം. അതിന് മുകളിലുള്ളതെല്ലാം ബോണസ് എഫിഷ്യൻസി, പവർ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. സോ ഒരു എഞ്ചിന്റെ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത്രയും നമ്മുടെ ബ്ലോക്ക് ആണ്, ഈ കാണുന്ന അത്രയും ഭാഗം. അതിന്റെ മുകളിൽ ഹെഡ് ഉണ്ട്. സോ ഹെഡിലാണ് ഈ വാൽവ്സും ബാക്കി സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു ബേസിക് എഞ്ചിന്റെ വർക്കിംഗ്. ഇനി ഇതിൽ തന്നെ കുറെ കോംപ്ലക്സിറ്റി ഉണ്ട്. ഇപ്പൊ ജെജി പറഞ്ഞ പോലെ ഇതിന്റെ മുകളിൽ വാൽവ്സ് ഉണ്ട്, വാൽവ്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ക്യാം ഗിയർ ഉണ്ട്. അതൊക്കെ എന്താണ് ഈ എഞ്ചിന്റെ പാർട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് ഫ്ലൈ വീൽ. സോ ഈ ഫ്ലൈ വീലിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ബേസിക്കലി 4 സ്ട്രോക്സ് ഉണ്ടാവും. അപ്പൊ അതിനൊരു പവർ വേരിയേഷൻ ഉണ്ടാവും. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഹെവി ഫ്ലൈ വീൽ കൊടുക്കുന്നത്. സോ ഡീസൽസും അങ്ങനത്തെ വലിയ എഞ്ചിൻസിനൊക്കെ കുറെ കൂടി വലിയ ഫ്ലൈ വീൽ ഉണ്ടാവും. ആൻഡ് ഇതിനൊരു മൊമെന്റം ഉണ്ട്. സോ ഇത് വൺസ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴും ആ ക്രാങ്കിനെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു മൊമെന്റും കൂടി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്ലൈ വീലിന്റെ സൈഡിലാണ് നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ മിക്കവാറും കൊടുക്കുക. കാരണം ഫ്ലൈ വീലാണ് തിരിച്ച് എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. സോ ആ മോഷൻ വരുന്നതിന്റെ സൈഡിൽ മോട്ടർ പിടിപ്പിച്ചിട്ടുണ്ടാവും. ഈ വലിയ കൃത്രിമൽക്കാണ് നേരെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഫ്ലൈ വീൽ സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ്. അവിടെ നിന്നാണ് കംപ്ലീറ്റ് ബാക്കി ഫ്യൂവലും ബാക്കി സൈക്കിൾസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫ്ലൈ വീല് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ക്രാങ്ക് ഷാഫ്റ്റിലോട്ടാണ്. ആൻഡ് ഈ ക്രാങ്ക് ഷാഫ്റ്റ് ആക്ച്വലി വളരെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാര്യം ഇതിന് ഈ ഡ്രൈവിൽ നിന്നാണ് പല സാധനങ്ങളും ഈ എഞ്ചിന്റെ ബാക്കി കോമ്പണൻസ് ഡ്രൈവ് ആവുന്നത്. അതെ, ഇപ്പൊ ഒരു എഞ്ചിൻ ഉണ്ടാക്കുമ്പോൾ അവർ പറയും ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞ ഒരു എഞ്ചിനായി, ബാക്കിയൊക്കെ അതിന്റെ മുകളിൽ എന്ത് വേണമെങ്കിലും പിടിപ്പിക്കാൻ പറ്റും. അതെ, പക്ഷേ ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ഡിസൈഡ് ചെയ്യണത്. ഫയറിംഗ് ഓർഡറും ബാക്കി പിസ്റ്റൻസും ബാക്കി എത്ര നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് വേണം എന്നുള്ളത് എല്ലാം ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ഇങ്ങനത്തെ പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു സൈഡിലോട്ട് നമ്മൾ ഫ്ലൈ വീല് കൊടുക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നോട്ടാണ് ബാക്കി കാര്യങ്ങളിലോട്ടുള്ള ഡ്രൈവ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വാൽവ് ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം മുകളിലുണ്ട്. അപ്പൊ ഈ ക്യാം ഷാഫ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ഒരു ബേസിക്കലി ഒരു ലൈൻ വലിക്കുന്ന പോലെയാണ്. അതാണ് അതിന്റെ ബേസിക് പവർ സോഴ്സ്. കാര്യം പിസ്റ്റണിന് ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ വരുന്ന ഇവിടെയാണ്, ഫസ്റ്റ് മൂവ്മെന്റ് വരുന്ന ഇവിടെയാണ്. ഇവിടുന്ന് നമ്മൾ ഇപ്പുറത്തോട്ട് ഈ ഡ്രൈവ് ചെയ്യുന്നതാണ് നമ്മൾ പല സാധനങ്ങളും ബെൽറ്റ് വഴി, അല്ലെങ്കിൽ ചെയിൻ വഴി, അല്ലെങ്കിൽ ഗിയർ വഴി ആണ് നമ്മൾ ബാക്കി സാധനങ്ങൾ ഇതിന്റെ റൺ ചെയ്യുന്നത്. അത് എന്തൊക്കെയാണെന്നും കൂടെ നമ്മളിപ്പോൾ കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ എഞ്ചിന്റെ സൈഡിലോട്ട് എത്തി. ഇത് നമ്മൾ വണ്ടിയിൽ നോക്കുമ്പോൾ പലപ്പോഴും പല വണ്ടികൾക്കും ഇത് നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം ഒരുവിധം കവേർഡപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ കുറെ ബെൽറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങൾ വന്ന് കവേർഡപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ കാണാറുണ്ട്, ഓക്കെ വണ്ടിയുടെ ടൈമിംഗ് ബെൽറ്റ് പൊട്ടി അല്ലെങ്കിൽ മാറ്റണം എന്നൊക്കെ പറയാറുണ്ട്. ഫാൻ ബെൽറ്റ്, പവർ സ്റ്റിയറിംഗ്, ഇങ്ങനെ പല സാധനങ്ങളും കാണാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് നമുക്ക് കിടക്കാം. അതെ, അപ്പോൾ നമ്മൾ ഈ കാണുന്നവിടുന്ന് ഇതിന്റെ നേരെ ബാക്കിലോട്ടായിട്ടാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് ഇരിക്കുന്നത്. ഇതാണ് മെയിൻ പുള്ളി. സോ
പുള്ളി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ, ഈ പുള്ളി വലിയ പുള്ളിയാണ്, ഇതാണ് ഇവിടുത്തെ മെയിൻ പുള്ളി. സോ ഈ കാണുന്ന ചെയിൻ ഉണ്ടല്ലോ, ഇതാണ് ടൈമിംഗ് ചെയിൻ. സോ ഈ ടൈമിംഗ് ചെയിൻ ആണ് മുകളിൽ പോയിട്ട് ക്യാം ഷാഫ്റ്റിനെ കണക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതാണ് ഡിസൈഡ് ചെയ്യുന്ന വാൽവ്സ് എപ്പോൾ തുറക്കണം, എപ്പോൾ ക്ലോസ് ചെയ്യണം, അതുപോലെ ഫ്യൂവൽ എപ്പോൾ ഇഞ്ചെക്ട് ചെയ്യണം. ഒരു എഞ്ചിന് വേണ്ട എല്ലാ കൺട്രോൾസും ബേസിക്കലി ഇവിടെയാണ് നടക്കുന്നത്. ബേസിക്കലി പേരിൽ തന്നെ ഉണ്ട് ടൈമിംഗ്. എന്ത് ടൈമിലാണ് എന്ത് നടക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതെ. സോ മെയിൻ പുള്ളിയുടെ ബാക്കിൽ നിന്നുള്ള ഗിയർ വഴിയാണ് ഇപ്പൊ ഇതിന് ടൈമിംഗ് ചെയിൻ ആണ് ഈ വണ്ടിക്ക്. മിക്ക വണ്ടികൾക്കും ചെറിയ വണ്ടികൾക്ക് ബെൽറ്റ് ആണ്. പക്ഷേ ഡീസലുകൾ പൊതുവെ ചെയിൻ ആണ് റൺ ചെയ്യുന്നത്. ചെയിൻ കുറച്ചുകൂടെ ഹെവി ഡ്യൂട്ടി ആണ്, പക്ഷെ ബെൽറ്റ് കുറച്ചുകൂടെ റിഫൈൻഡ് ആണ്. അപ്പോൾ അത് ഡിപ്പെൻസ്. ഇപ്പൊ ചെറിയ നമ്മുടെ മാരുതി 800 അങ്ങനത്തെ വണ്ടികൾ, ചെറിയ എന്ത് ഹാച്ച് ബാക്ക് ഒക്കെ എടുത്താലും പൊതുവെ പെട്രോൾ വണ്ടികൾക്ക് ബെൽറ്റ് ആണ് വരുന്നത്. ഈ ഡീസൽ വണ്ടികൾക്ക് ചെയിൻ ആണ് വരുന്നത്. പഴയ സ്കോർപിയോക്ക് ഗിയർ ഡ്രൈവ് ഉണ്ടായിരുന്നു. അതെ. സോ ഈ കാണുന്ന രണ്ട് കമ്പോണന്റ് എന്ന് പറയുന്നത് ചെയിൻ ഗൈഡ്സ് ആണ്. സോ അത് മിക്കവാറും പ്ലാസ്റ്റിക് ആണ് ചില വണ്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അത് വെയർ ഔട്ട് ചെയ്തിട്ടാണ് പല ജർമ്മൻ വണ്ടികളും വഴി കിടക്കുന്നത്. വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ഈ ഗൈഡ്സ് ആണ് ഇതിനെ കറക്റ്റ് പൊസിഷനിൽ വെക്കുന്നത്. ടൈമിംഗ് വളരെ ക്രിട്ടിക്കൽ ആണ്. ഒരു പോയിന്റ് ടൈമിംഗ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില എഞ്ചിൻസ് പണി തീരാം. അതെ, പണി തീരാം. മിക്കതിന്റെ പണി തീരും. ബട്ട് സോ ബേസിക്കലി പറയുകയാണെങ്കിൽ അതാണ്. ആൻഡ് ഇവിടെ നിന്ന് തന്നെയാണ് ബാക്കി ഡ്രൈവുകൾ വരുന്നത്. നമ്മുടെ പവർ സ്റ്റിയറിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡ്രൈവ് വരുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. ഇതൊരു വാക്വം പമ്പാണ്. ടൊയോട്ടയുടെ ഡിസൈൻ ആക്ച്വലി ഭയങ്കര നല്ല ക്യാമിന്റെ അറ്റത്താണ് വാക്വം പമ്പ് കൊടുത്തത്. ഓക്കെ. ആൻഡ് ഇതൊരു ടെൻഷനർ പുള്ളിയാണ്. സോ ബാക്കിയുള്ള ബെൽറ്റുകളൊക്കെ ഇതിന്റെ മുകളിൽ പോകുമ്പോൾ ഇത് ഇത്തിരി ടെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇഞ്ചക്ടേഴ്സ് ഇവിടെ ലിസ്റ്റ് കാണിക്കാം. അപ്പൊ ഇതിന്റെ എഞ്ചിന്റെ മുകളിൽ ഹെഡിലാണ് ഈ പറഞ്ഞ ഇഞ്ചക്ടേഴ്സിന്റെ സ്ഥാനം. നമുക്കൊരു ഇഞ്ചക്ടറിന്റെ കട്ടവേ ഇവിടെ ഉണ്ട്. സോ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, ഫ്യൂവൽ ഒരു സൈഡിൽ നിന്ന് വരും, ഇവിടെ ഒരു കൺട്രോൾ ഉണ്ടാവും. അത് വേണ്ട ക്വാണ്ടിറ്റിയിൽ പ്രിസൈസ് ആയിട്ട് അറ്റമൈസ് ചെയ്തിട്ട് ആ ഫ്യൂവലിനെ ഒരു സ്പ്രേ പോലെ അതിലോട്ട് ഡെലിവറി ചെയ്യും. സോ ഇഞ്ചക്ടറിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു ലൈൻ ഉണ്ട്. ഇവിടെ ഒരു പീസ് ഇലക്ട്രിക് ഇതുണ്ട്. അത് വരുമ്പോഴാണ് അത് ഫയറിംഗ് ഓർഡർ അനുസരിച്ച് ആ ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്നത്. സോ ഇത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. സോ ഇതാണ് അതിന്റെ ഉള്ളിൽ ഒരു സ്പ്രിംഗ് ലോഡഡ് ആയിരിക്കും. ഈ നോസിൽ തുറക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മുടെ ഡ്യൂറേഷൻ, നമ്മൾ എത്ര ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നുള്ളത്. കാരണം ഇതിന്റെ ഉള്ളിൽ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്യൂവൽ ആയിരിക്കും. ആ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്യൂവൽ കൊടുക്കുന്നത് ഒരു കോമൺ റെയിലാണ്. സോ കോമൺ റെയിൽ ഡീസൽ എഞ്ചിൻ നമ്മൾ കേൾക്കുന്നത് ബേസിക്കലി ഈ റെയിലാണ്. സോ ഈ ഒരു റെയിലിന്റെ അകത്താണ് നമ്മൾ ഹൈ പ്രഷറിൽ ഫ്യൂവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ മേ ബി ഒരു 2000 ബാർ പ്രഷറിലൊക്കെ അതിൽ ഫ്യൂവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ ഒരു ഹൈ പ്രഷർ പമ്പിൽ നിന്നാണ് ഈ ഫ്യൂവൽ ഇവിടെ ഇത്രയും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഫ്യൂവലിനെ നമ്മൾ എപ്പോൾ ഇഞ്ചെക്ട് ചെയ്യണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ഒരു റെയിൽ പ്രഷർ സെൻസർ ഉണ്ട് ഈ സൈഡിൽ. സോ ദാറ്റ് ഡിസൈഡ്സ് എത്ര ഫ്യൂവൽ ഉണ്ട്, അത്ര പ്രഷർ ആയിട്ടുണ്ടോ, ഹൈ പ്രഷർ പമ്പ് അനുസരിച്ച് കൂടുതൽ വർക്ക് ചെയ്യണോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ റെയിൽ പ്രഷർ സെൻസറാണ്. ആ റെയിൽ പ്രഷർ സെൻസർ അത് ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടാവും, റെഡി ടു ഇഞ്ചെക്ട്. എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നേരെ നമ്മൾ ഇഞ്ചക്ടറിൽ വേണ്ട നമ്മൾ എത്രയാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്, എത്ര ലോഡ് ഉണ്ട്, എല്ലാം അനുസരിച്ച് ഇഞ്ചക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് അത് സ്പ്രേ ചെയ്യും എത്ര ഫ്യൂവൽ വേണമെന്നുള്ളത്. ഇവിടെ ഈ കാണുന്ന കമ്പോണൻസ് ആണ് ഗ്ലോ പ്ലഗ്സ്. നമ്മൾ കോൾഡ് സ്റ്റാർട്ടിന്റെ ഒക്കെ സമയത്ത് ഈ എഞ്ചിന് വേണ്ടത്ര ഡീസലിന് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തണം. അപ്പൊ സിലിണ്ടറിന്റെ ഉള്ളിൽ ആ ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ അത് കോൾഡ് സ്റ്റാർട്ട് ഒക്കെ ഈസി ആവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഒരു കോയിൽ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ഒരു ഹീറ്റർ പ്ലഗ് പോലെ ഒരു സാധനം അതിടയ്ക്ക് പോകാറുണ്ട് ചില സമയത്തൊക്കെ. ചില വണ്ടികളിലൊക്കെ ഒരു സ്പ്രിങ്ങിന്റെ പോലത്തെ ഒരു സിമ്പിൾ കാണിക്കുന്നത് ഇതാണ് ഉദ്ദേശിച്ചത്. പഴയ ഡീസൽ എഞ്ചിൻ, ഇപ്പൊ നമ്മുടെ പഴയ മെറ്റഡോർ ഡീസലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ഓൺ ആക്കി വെച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം ഡീസൽ ഇത് ഹീറ്റ് ആവാനായിട്ട്. ഓക്കെ. അപ്പൊ ആ ഒരു ഹീറ്റർ പ്ലഗിന്റെ ഒരു ഓറഞ്ച് ലൈറ്റും കത്തും. എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ടക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാം, അത് പോയി എന്നുള്ളത്. അപ്പോഴാണ് അത് കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടത്തെ ഇപ്പൊ മെർസിഡീസ് ഇപ്പൊ പോൺടോണും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയൊരു ഗ്രില്ല് പോലെ ഉണ്ടായിരുന്നു സ്പീഡോമീറ്റർ അടുത്തായിട്ട്. അപ്പൊ അത് നമുക്ക് കാണാം. അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സിഗരറ്റ് ലൈറ്റർ ഒക്കെ പോലെ ഇങ്ങനെ ചൂടായിട്ട് നിൽക്കണ കാണാൻ പറ്റും. നമുക്ക് വിരലൊക്കെ വെച്ച് ഉണ്ടായിരുന്നു. തൊട്ട് നോക്കിയാൽ നമുക്ക് അറിയാം ചൂടായോ ഇല്ലെന്ന്. അത് ചൂടായി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഇത് സ്റ്റാർട്ട് ആവുള്ളൂ, അല്ലെങ്കിൽ പഴയ ഡീസൽ വണ്ടികൾ സ്റ്റാർട്ട് ആവില്ല. ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ഓഫ് ആണ്. ബട്ട് സ്റ്റിൽ ഡീസൽ വണ്ടികൾ ആ ടെമ്പറേച്ചർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ടൊയോട്ടയുടെ ഇൻടേക്ക് സിസ്റ്റം നോക്കാം, കാരണം ഇത് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ. ഈ സൈഡിൽ നിന്നാണ് എയർ ഇൻടേക്ക് വരുന്നത്. ഓക്കെ. സോ ഇവരൊരു സാധാരണ ഡീസൽ എഞ്ചിനിൽ നമുക്ക് ത്രോട്ടിൽ ബോഡിയുടെ ആവശ്യമില്ല. ശരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ട എയർ കോൺസ്റ്റന്റ് ആണ് എപ്പോഴും ഡ്രോ ചെയ്യുന്നത്. അതിൽ ഫ്യൂവൽ വേരി ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക. അപ്പൊ എനിക്ക് കൂടുതൽ സ്പീഡിൽ പോകണമെങ്കിൽ കൂടുതൽ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ ഫ്യൂൽ കുറച്ചാൽ മാത്രം മതി. പക്ഷെ ഇവർ ഇതിന് EGR-ന് വേണ്ടിയിട്ട് ഇവർ എക്സ്ട്രാ ഒരു ത്രോട്ടിൽ ബോഡിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ഈ ത്രോട്ടിൽ ബോഡി ഇവിടുന്ന് ഒരു മോട്ടോർ വെച്ചിട്ടായിരിക്കും ഡ്രൈവ് ചെയ്യണത്. അതിന്റെ കൺട്രോളർ ഈ ഭാഗത്ത് വരും. ഓക്കെ. ബേസിക്കലി ഇവിടെ നിന്നാണ് ഇൻടേക്ക് എഞ്ചിനിലോട്ട് പോകുന്ന സൈഡ്. ഓക്കെ. EGR-ന്റെ ലൈനാണ് ഈ കാണുന്നത്. EGR എന്ന് പറയുന്നത് നമ്മുടെ എക്സോസ്റ്റിന്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഫ്രഷ് എയർ ഇൻടേക്കിലേക്ക് കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്സ് എമിഷൻസ് കുറയ്ക്കാനും ബാക്കി ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. സോ അത് എക്സോസ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ലൈൻ ഇവിടെ നിന്ന് വന്നിട്ട് EGR-ന്റെ അകത്തേക്ക് വരും. സോ ഇത് EGR കൂളറാണ്. ബേസിക്കലി ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ പോലെ ഒരു ഇതാണ്. ഇവിടേക്ക് നമ്മൾ കൂളന്റ് സപ്ലൈ ചെയ്യും.
ഇതിൽ വരുന്ന EGR എക്സോസ് ഗ്യാസിന്റെ ഒരു പോർഷൻ നമ്മൾ ഇൻടേക്കിലേക്ക് നേരെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ ഇതാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് EGRന്റെ വാൽവ്. സോ ഇത് ബേസിക്കലി ഇവിടെ നിന്ന് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിനെ തുറക്കാൻ പറ്റും. അത് ബേസിക്കലി ഈ കൺട്രോളർ പറയുന്ന അനുസരിച്ചിട്ട് അത് തുറയും. ഇവിടെ നിന്ന് നേരെ ഇൻടേക്കിലേക്ക് കൊടുക്കും. എമിഷൻസിന് വേണ്ടിയിട്ടാണ് EGR പൊതുവെ ഒരു എഞ്ചിൻ ഡിസൈൻ എന്നുള്ള രീതിയിൽ ഒരു ആവശ്യമില്ലാത്ത ഒരു സാധനമാണ് ശരിക്കും. എഞ്ചിനും അത്ര വലിയ നല്ലതൊന്നുമല്ല, കാരണം ഇതിൽ നിന്നുള്ള കരിഞ്ഞ കുറച്ച് ബേൺഡ് ആയിട്ടുള്ള ഗ്യാസ് ആണ് ശരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് വാൽസിന്റെ ബാക്കിലൊക്കെ കരി പിടിക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അത് എപ്പോഴും ഇൻടേക്കിൽ കുറച്ചുകൂടെ കൂളർ എയർ ആണ് വേണ്ടത് ഐഡിയലി. പക്ഷെ ഇതിപ്പോ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആണ് ഇതിങ്ങനെ ചെയ്യുന്നത്. സോ ഈ എഞ്ചിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഒരു എഞ്ചിന് ഐഡിയലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. വല്ലാണ്ട് കൂൾ ഡൗൺ ചെയ്യാനും പാടില്ല, എന്നാൽ ഓവർ ഹീറ്റ് ആവാനും പാടില്ല. സോ ഒരു ഒപ്റ്റിമം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അത് ആ എഞ്ചിന് വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻഡ് ആണ്. സോ ഇതാണ് വാട്ടർ പമ്പ്. ഇവിടെ നിന്നുള്ള ഒരു ബെൽറ്റ് വഴി ഓടിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഇമ്പല്ലർ ഉണ്ട്. ഇവിടെ ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. ഈ തെർമോസ്റ്റാറ്റിന്റെ ഇവിടെ നിന്നാണ് നമുക്ക് എത്ര കൂളന്റ് സപ്ലൈ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇത് എഞ്ചിന്റെ പല ഭാഗത്തേക്കും പോകുന്നുണ്ട്. സോ ഈ ബ്ലോക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും കുറെ ലൈൻസ് ഉണ്ട്. സോ ഈ വാട്ടർ ജാക്കറ്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം. ബേസിക്കലി അതിന്റെ ഉള്ളിൽ കൂടെ ഒരു കൂളിംഗ് ലൈൻസ് പോലെ പോയിട്ടുണ്ട്. ഈ കാണുന്നൊക്കെ മിക്കവാറും കൂളിംഗ് ലൈൻസ് ആയിരിക്കും ഈ എഞ്ചിന്റെ സൈഡിൽ. ഇതൊരു ഹോൾ ഒറ്റ കാസ്റ്റിംഗ് ആണെങ്കിലും ഈ ലൈൻസ് ഒക്കെ ഓൾറെഡി കാസ്റ്റിംഗിൽ അവർ നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെങ്ങനെയാണ് ഒപ്റ്റിമം എന്നുള്ള ഡിസൈൻ സമയത്ത് നോക്കുന്ന ഒരു കാര്യം. ഓയിലും കൂളന്റും രണ്ടിനും പോകാനുള്ള പാസേജുകളും ഡിസൈനിൽ അത് ഇൻകോർപ്പറേറ്റഡ് ആണ്. അപ്പൊ ഈ ഓയിലും കൂളന്റും എന്ന് പറഞ്ഞല്ലോ, ഇത് രണ്ടും മിക്സ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് വേറൊരു വലിയ ഇമ്പോർട്ടന്റ് ബിറ്റ്. സോ നമ്മൾ എഞ്ചിന്റെ കാര്യം പറയുമ്പോൾ ഇത് ബേസിക്കലി 3 പീസായിട്ടാണ് വരുന്നത്. സോ നമുക്ക് എഞ്ചിൻ ബ്ലോക്ക് ഉണ്ട്, ആൻഡ് അതിന്റെ മുകളിലോട്ടാണ് അതിന്റെ ഹെഡ് വരുന്നത്. അതിന് മുകളിലോട്ടാണ് വാൽവ്, ഗിയറും കാര്യങ്ങളും ടൈമിങ്ങിന്റെ കാര്യങ്ങളും എല്ലാം വരുന്നത്. സോ നമ്മൾ താഴത്തും തുടങ്ങുകയാണ്. ഏറ്റവും താഴെ ഒരു വണ്ടിയുടെ അതിന്റെ ഓയിൽ സമ്പാണ് വരുന്നത്. സോ ഓയിൽ സമ്പ് ബേസിക്കലി അതിന്റെ കംപ്ലീറ്റ് സിസ്റ്റത്തിനകത്തുള്ള ഓയിലും എല്ലാം കഴിഞ്ഞ് അവിടെ ലാസ്റ്റ് അവിടെ വന്ന് കിടക്കും. ആൻഡ് അതിന്റെ അകത്ത് കിടന്നിട്ടാണ് നമ്മുടെ കണക്ടിങ് റോഡും കാര്യങ്ങളും ഫംഗ്ഷൻ ചെയ്യുന്നത്. ആസ് ഇൻ ഒരു കോൺസ്റ്റന്റ് ലൂബ്രിക്കേഷൻ വേണം അതിന് വർക്ക് ചെയ്യണമെങ്കിൽ. ആൻഡ് അതിന്റെ മുകളിലോട്ട് വന്ന് നമ്മൾ ബ്ലോക്കിലോട്ട് വരുമ്പോൾ അതും അതിന്റെ താഴത്തു നിന്നുള്ള പീസുകളും എല്ലാം തമ്മിൽ ഈ ഒരു സീലുണ്ട്. സോ ബേസിക്കലി ഇത് 3 നമുക്ക് റിമൂവബിൾ പീസസ് ആണ്. അപ്പൊ ബ്ലോക്കിന്റെ മുകളിലും താഴെയായിട്ട് നമുക്ക് ഗ്യാസ്കറ്റുകളുണ്ട്. മുകളിലായിട്ട് നമ്മൾ ഒരു ഹെഡ് ഗ്യാസ്കറ്റും വരുന്നുണ്ട്. അപ്പോൾ വാട്ട് എവർ ഇസ് കമ്മിങ് ഓൺ ടോപ്പ് അത് ഒരു ഗ്യാസ്കറ്റ് വെച്ചിട്ടാണ് അത് സീൽ ചെയ്യുന്ന ഇടയിൽ. അത് പല മെറ്റീരിയൽസ് ആവാം, പല കോർക്ക് ആവാം, മെറ്റലിന്റെ ആവാം, പല സാധനങ്ങളാവാം, ഡിപ്പെൻഡിങ് ഓൺ ദി ആപ്ലിക്കേഷൻ, ഹീറ്റ്, അങ്ങനെ പല കാര്യങ്ങൾ. ആൻഡ് അതാണ് ബേസിക്കലി ഒരു സീൽ എൻഷുർ ചെയ്യുന്നത്. സോ ദാറ്റ് ഇതിന്റെ അകത്ത് നടക്കുന്ന സാധനങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഓയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇവിടെ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ നേരെ പമ്പിലേക്കാണ് അത് പോവുക. സോ നമ്മൾ ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ ഫിൽറ്റർ ഒക്കെ മാറുന്നത് അവിടെ നിന്നാണ്. കമ്പിലെ ഓയിലാണ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയുക. ഒരു ഡ്രെയിൻ പ്ലഗ് ഉപയോഗിച്ചിട്ട് പുതിയ ഓയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതെ. ആൻഡ് ഓയിലാണ് അതിന്റെ ബ്ലഡ് അല്ലേ? യെസ്. സോ ഓയിൽ വളരെ ക്രിട്ടിക്കലാണ്. നമ്മളിപ്പോൾ പറയാറുണ്ട് വണ്ടി പഴയ ഓയിൽ കുറെ കാലം നിൽക്കും, ആൾക്കാർ ഇപ്പോൾ 20,000 കിലോമീറ്റർ നിൽക്കുന്ന ഓയിൽ എന്നൊക്കെ പറയാറുണ്ട്. സോ ഓയിൽ ഭയങ്കര ക്രിട്ടിക്കലാണ്. കാര്യം ഈ വണ്ടിയുടെ എഞ്ചിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ മെറ്റീരിയൽസും അതിന്റെ പേർപ്പസും അനുസരിച്ചാണ് മാനുഫാക്ചേഴ്സിന് ഓയിൽ പറയുന്നത്. എപ്പോഴും നമ്മളിപ്പോൾ എപ്പോഴും ആ ഈക്വലന്റ് സ്പെക് ഓർ കുറച്ചുകൂടെ സുപ്പീരിയർ ഗ്രേഡ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. അതേപോലെ ഇത്രയും ചൂടിലും ഇത്രയും കാര്യത്തിലും ഡെയിലി ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സാധനമാണ് ഓയിൽ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഇതൊക്കെയാണ് ഒരു എഞ്ചിന്റെ ബേസിക് കാര്യങ്ങൾ. നമ്മൾ ഇവിടെ നിന്ന് ബാക്കി അഡ്വാൻസ്ഡ് ആയിട്ട് പല കോമ്പണൻസും സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിവിടെ ഈ ഒരു സെഷൻ ഇവിടെ റാപ്പപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞ പോലെ പല ബാക്കി ഡിഫറെൻറ്റ് കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ റാപ്പപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളിത് ഈ എപ്പിസോഡിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് നമ്മുടെ കമൻസിൽ എഴുതി അറിയിച്ചാൽ വളരെ നന്നായിരിക്കും. നമ്മളൊരു പുതിയ കാര്യം ട്രൈ ചെയ്യുകയാണ്. സോ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ടു നോ യുവർ ഫീഡ്ബാക്ക്. എന്ത് തോന്നുന്നു, നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ബാക്കി എന്തൊക്കെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യണം, ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് വേണോ അതോ ഇത്ര ഡീറ്റെയിൽ വേണ്ടേ എന്നുള്ളതെല്ലാം നിങ്ങൾ അറിയിച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.